മാത്സ് എവിടെ പഠിക്കണം, എങ്ങനെ തീർക്കണം എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ. SSCക്ക് വേണ്ടി മാത്സ് സീറോയിൽ നിന്നും പഠിച്ചു തുടങ്ങാനുള്ള ഒരു പെർഫെക്റ്റ് റോഡ് മാപ്പ് അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് പ്ലാൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മാത്സ് പഠിക്കുന്ന ജേർണി നമുക്ക് 3 ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഫേസ്. ഒരു 1 വീക്ക് നിങ്ങൾ ഈ ഒരു ഫേസിനായിട്ട് മാറ്റിവെക്കണം. നമുക്കറിയാം, ഒരു ബിൽഡിംഗ് പണിയുന്ന സമയത്ത് ഫൗണ്ടേഷൻ എത്രത്തോളം സ്ട്രോങ് ആണോ അത്രത്തോളം കാലം ആ ബിൽഡിംഗ് നിലനിൽക്കും അല്ലേ? അതേപോലെ തന്നെയാണ് മാത്സും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പം 18x6 നിങ്ങളോട് ചോദിച്ചാൽ അത് ചെയ്യാൻ നിങ്ങൾ ഒരു പെന്നും പേപ്പറും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ക് ചെയ്യാൻ അറിയാം. പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാമിന് സ്പീഡോട് കൂടെ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ടൈം ബൗണ്ടഡ് ആയിട്ട് ചെയ്യാനുള്ള സ്പീഡ് നിങ്ങൾക്കില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പം ആ ഒരു സ്പീഡ് നമുക്ക് ഉണ്ടാക്കാനാണ് ഈ ഒരു 7 ദിവസം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫേസ് നമ്മൾ സിലബസ് കവർ ചെയ്യുന്നതിന് പകരം നമ്മുടെ ബേസ് സ്ട്രോങ് ആക്കാനും അതേപോലെ തന്നെ ബ്രെയിൻ ട്രെയിനിങ്ങിനും നമ്മുടെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനുമാണ് യൂസ് ചെയ്യുന്നത്. ബേസ് സെറ്റ് ആക്കാന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബേസിക് ഓപ്പറേഷൻസ് ഉണ്ട് അല്ലേ? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ നമ്പർ ക്ലാസിഫിക്കേഷൻസ്, അതേപോലെ തന്നെ നമുക്ക് ഫ്രാക്ഷൻസ്, ഡെസിമൽസ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പലർക്കും ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ളതാണ്. നമ്മൾ ഈ ഭിന്നസംഖ്യകളും അതേപോലെ തന്നെ ദശാംശ സംഖ്യകളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ സ്കൂൾ തലത്തിലേ പഠിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും നമ്മളൊന്ന് ഓർത്തെടുത്ത് ഇതെല്ലാം ഒന്ന് സെറ്റാക്കി കൊണ്ടുവരേണ്ടത് ഈ ഒരു ഫേസിലാണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ ഒരു ബേസിക് ഓപ്പറേഷൻസിന്റെ റൂൾസ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റൂളാണ് ബോർഡ് മാസ് റൂള്. അപ്പൊ ഈ ഒരു റൂളും അതിന്റെ ആപ്ലിക്കേഷനും ഈ ഒരു ഫേസിൽ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതിൽ ഒന്നാമത്തേത് കുറച്ച് ടേബിൾസ് ആൻഡ് ചാർട്ട്സ് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തേതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. 1 മുതൽ 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ ചെറുപ്പത്തിലേ അതൊക്കെ പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് വെച്ചതാണ്. എന്നാൽ അവിടെ നിർത്തരുത്. 10ന് മുകളിലോട്ട് നമ്മൾ പഠിക്കാനുണ്ട്. 1 മുതൽ 30 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എങ്കിലും മിനിമം നിങ്ങൾ നിർബന്ധമായിട്ടും ബൈഹാർട്ട് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ സ്ക്വയർ എടുക്കുകയാണെങ്കിലും 1 to 30 മിനിമം സ്ക്വയേഴ്സിന്റെ ടേബിളും അതേപോലെ 1 to 25 മിനിമം നിങ്ങൾ ക്യൂബിന്റെ ടേബിളും പഠിക്കുക. ഇതൊക്കെ മിനിമം ആണ് പറയുന്നത്. മാക്സിമം നിങ്ങൾക്ക് എത്ര പറ്റിയാലും നല്ലത് തന്നെയാണ്. ഇനി ഈ ഒരു ടേബിൾസ് കൂടാതെ ഒരു ചാർട്ട് കൂടെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. പെർസെൻറ്റേജ് ടു ഫ്രാക്ഷന്റെ കൺവേർഷൻ ചാർട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 12.5% എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് എന്ത് വരണം? 1/8 എന്ന് മനസ്സിലോട്ട് വരണം. അപ്പോൾ ഇത്രയാണ് ടേബിൾസ് ആൻഡ് ചാർട്ട്സിൽ വരുന്നത്. ഇനി ഇത് കൂടാതെ നമുക്കൊരു ഡെയിലി 15 മിനിറ്റ്സ് നിർബന്ധമായിട്ടും ഒരു മാത്സ് ഡ്രില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നമുക്കറിയാം, ഈ അത്ലറ്റ്സ് ഒക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടാണ് അവരുടെ സ്പീഡും കാര്യങ്ങളൊക്കെ അതേപോലെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നത് നമുക്കറിയാം അല്ലേ? അതേപോലെ തന്നെ മാത്സിലും നിങ്ങൾക്ക് സ്പീഡ് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 15 മിനിറ്റ് മിനിമം നിങ്ങൾ അതിൻ്റെ പ്രാക്ടീസിനായിട്ട് മാത്രം മാറ്റിവെക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല, നമ്മുടെ ബേസിക് കാൽക്കുലേഷൻസ് നേരത്തെ പറഞ്ഞതുപോലെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതിലെല്ലാം ഒരു 5 ക്വസ്റ്റ്യൻസ് വെച്ച് നിങ്ങൾ മിനിമം ചെയ്യാം. അതുകൂടാതെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഈ ഒരു ടേബിൾസും ചാർട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തെടുക്കുക. ആൻഡ് ഓൾസോ നമ്മുടെ മൈൻഡ് കാൽക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാൽക്കുലേഷൻസ് എല്ലാം തന്നെ പെന്നും പേപ്പറും ഉപയോഗിക്കാതെ മനസ്സിൽ തന്നെ ചെയ്ത് ശീലിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ആദ്യം നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നീട് അത് എന്താവും, നിങ്ങൾക്ക് ആ ഒരു സ്പീഡ് പയ്യെ അക്വയർ ചെയ്യാൻ കഴിയുന്നതാണ്. ഒരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ആദ്യം എടുക്കുന്ന ക്വസ്റ്റ്യൻസ്, ഈ പറയുന്ന 5 അഡീഷൻ, 5 സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതെടുക്കുന്ന സമയത്ത് ആദ്യം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇട്ടാലും മതി. പക്ഷെ പയ്യെ എന്ത് ചെയ്യുക, അതിൻ്റെ ലെവൽ കൂട്ടി കൊണ്ടുവരാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ അതിൽ ഫ്രാക്ഷൻസും ഡെസിമൽസും പെർസെൻറ്റേജും ഇങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഈ ഒരു ഫൗണ്ടേഷൻ ഫേസ് നമ്മൾ 1 വീക്ക് ആണ് പറഞ്ഞത് എന്ന് വെച്ചിട്ട് ഇതിൽ നമ്മൾ ബേസ് സെറ്റ് ആക്കുന്നത് ഓഫ് കോഴ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു 1 വീക്ക് കൊണ്ട് ബേസ് സെറ്റ് ആക്കാം. അതേപോലെ തന്നെ ടേബിൾസും ചാർട്ട്സും കാര്യങ്ങളൊക്കെ കഴിയുന്നതും പഠിച്ചെടുക്കുക. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന 15 മിനിറ്റ് മാത്ത് ഡ്രിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ത്രൂ ഔട്ട് നിങ്ങളുടെ ലേണിംഗ് ജേർണിയിൽ എന്ത് ചെയ്യുക, അതൊരു റൂട്ടീൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമുക്ക് അടുത്തത് ഫേസ് 2 പോവാം അല്ലേ? അപ്പോൾ ഈ ഫേസിലാണ് നമ്മൾ സിലബസ് നോക്കുന്നത്. എവിടെയാണ് സിലബസ് തുടങ്ങേണ്ടതെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിലൊന്നാമത്തേത് കൺസെപ്റ്റ് വേഴ്സസ് ട്രിക്ക്. പലർക്കും ഭയങ്കര ആർഗ്യുമെന്റ്സ് ഉള്ള, ഒരുപാട് ഡൗട്ട്സ് ഉള്ള ഒരു കാര്യമാണിത്. അതായത് നമ്മൾ ഡെപ്തിൽ കൺസെപ്റ്റ് പഠിക്കണോ അല്ലെങ്കിൽ ട്രിക്സ് മാത്രം പഠിച്ചാൽ മതിയോ, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. പലപ്പോഴും പലരും ഷോർട്ട് ട്രിക്സിന്റെ മാത്രം പുറകെ പോകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം അങ്ങനെ ഷോർട്ട് ട്രിക്സിന്റെ മാത്രം പുറകെ പോവാതെ നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് അതിന്റെ ബേസിക് കൺസെപ്റ്റ് തറോ ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രം അതിന്റെ ഷോർട്ട് ട്രിക്സ് കാര്യങ്ങളിലോട്ട് നിങ്ങൾ പോവുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻസ് ട്വിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലും അത് സോൾവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും.
രണ്ടാമത്തെ കാര്യം നോട്ട് മേക്കിംഗ് സ്ട്രാറ്റജിയാണ്. പലർക്കും ക്ലാസ് കണ്ടിട്ട് എങ്ങനെയാണ് നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വലിയൊരു ഐഡിയ കാണില്ല. അപ്പോൾ ഇവിടെ മാത്സിലോട്ട് വരുമ്പോൾ നമുക്ക് മെയിൻലി 2 നോട്ട്സ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഒന്നാമത്തേത് ഫോർമുല അല്ലെങ്കിൽ കൺസെപ്റ്റ് നോട്ട് ബുക്ക്, രണ്ടാമത്തേത് ഒരു മിസ്റ്റേക്ക് ബുക്ക്. ഇപ്പോൾ ഫോർമുല അല്ലെങ്കിൽ കൺസെപ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന ഓരോ ടോപ്പിക്കിലും നിങ്ങൾക്ക് എന്തൊക്കെയാണ് അവിടെ ബേസിക് ആയിട്ട് വരുന്ന കൺസെപ്റ്റ്സ്, ഫോർമുലാസ്, ഇക്വേഷൻസ്, തിയറംസ്, അങ്ങനെ ആ ഒരു ടോപ്പിക്ക് റിലേറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ മനസ്സിലാക്കിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ ഫോർമുല ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. മിസ്റ്റേക്ക് ബുക്കിലോട്ട് വരുമ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, അതിൽ നിങ്ങൾക്ക് ഒരു തവണ കണ്ടപ്പോൾ മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ, കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റഡ്ലി നിങ്ങൾ മിസ്റ്റേക്സ് വരുത്തുന്ന ക്വസ്റ്റ്യൻസ്, ആൻഡ് ഓൾസോ നിങ്ങൾ മോക്ക് ചെയ്യുമ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോഴും കിട്ടുന്ന പുതിയൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഇങ്ങനെയുള്ള ഒരു പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നിങ്ങൾ മിസ്റ്റേക്സ് വരുത്തുന്ന ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ കുറച്ച് ടഫായി തോന്നുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും ഒക്കെ നോട്ട് ചെയ്ത് വെക്കാനുള്ളതാണ് ഈ ഒരു മിസ്റ്റേക്ക് ബുക്ക്. ഈ 2 ബുക്കും നിങ്ങളെ റിവിഷൻ ടൈമിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓവർ റിലയൻസ് ഓൺ പെൻ ആൻഡ് പേപ്പർ എന്ന് പറയുന്നത്. പലരും ചെയ്ത് കാണുന്ന ഒരു കാര്യമാണ് അല്ലേ. മാത്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് റഫ് പേപ്പേഴ്സും അതേപോലെ തന്നെ ഒരു പെന്നും എടുത്ത് വന്നിരിക്കും, ഒരുപാട് ഇങ്ങനെ എഴുതി കുറേ അങ്ങോട്ട് എഴുതി കൂട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കഴിയുന്നതും എന്ത് ചെയ്യുക, മൈൻഡ് കാൽക്കുലേഷൻ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. പെന്നും പേപ്പറും കൂടുതൽ യൂസ് ചെയ്യാതെ കൂടുതലും മൈൻഡിൽ മാത്രം കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് അത് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും പയ്യെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് സ്പീഡ് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പെന്നും പേപ്പറും യൂസ് ചെയ്യുന്നത് കഴിയുന്നതും കുറയ്ക്കാം. അതേപോലെ തന്നെ കാൽക്കുലേറ്റർ നിങ്ങൾ ഉപയോഗിക്കാനേ പാടില്ല. നിങ്ങളുടെ ഈ ഒരു പ്രാക്ടീസിൻ്റെ സമയത്താണെങ്കിലും നിങ്ങളുടെ ത്രൂ ഔട്ട് നിങ്ങളുടെ ലേണിംഗ് ജേർണിയിൽ കാൽക്കുലേറ്റർ എന്ന് പറയുന്ന സാധനമേ നിങ്ങൾ യൂസ് ചെയ്യരുത്. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സോഴ്സസ് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് നമുക്ക് എന്തുണ്ട് പഠിക്കാനുള്ള സോഴ്സസ് ഉണ്ട് അല്ലേ. ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്, യൂട്യൂബിലായിട്ടും ഒരുപാടുണ്ട് നമുക്ക് പഠിക്കാനുള്ള, ഫ്രീ ആയിട്ടാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ഒരുപാട് റിസോഴ്സസ് നമ്മുടെ കയ്യിലുണ്ട്, ഒരുപാട് ബുക്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വാരിയെടുത്ത് പഠിച്ചെടുക്കുക എന്നുള്ളത് ചിന്തിക്കരുത്. എപ്പോഴും 1 ബുക്ക് 1 ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു മോട്ടോ നമ്മൾ ഫോളോ ചെയ്യുക. ആരും പറയുന്നത് എന്തല്ല, മറ്റാളേക്കാളും മോശമോ ഒന്നുമല്ല, പക്ഷെ നിങ്ങൾ ഒരാളെ മാത്രം ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ 10 ബുക്ക് ഒരു വട്ടം പഠിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ബുക്ക് 10 വട്ടം പഠിക്കുന്നതാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ സിലബസിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇനി സിലബസിലോട്ട് കടക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ SSCയുടെ മാത്സിനെ നമുക്ക് ബേസിക്കലി 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. അഡ്വാൻസ് മാത്സ് ഉണ്ട് ആൻഡ് അരിത്തമെറ്റിക് മാത്സ് ഉണ്ട്. അപ്പോൾ ഈ അഡ്വാൻസ് ആൻഡ് അരിത്തമെറ്റിക് പഠിക്കുമ്പോൾ ഇപ്പം ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഏതാണ് ആദ്യം പഠിക്കേണ്ടത്, ആദ്യം ഫുള്ളായിട്ട് അഡ്വാൻസ് പഠിച്ചിട്ട് പിന്നെ അരിത്തമെറ്റിക് പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ആദ്യം അരിത്തമെറ്റിക് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ അഡ്വാൻസ് പഠിച്ചാൽ മതിയോ എന്നൊക്കെ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മേജർ ആയിട്ടുള്ള ഡിഫറൻസ് നോക്കാം. എന്താണ് അഡ്വാൻസും അരിത്തമെറ്റിക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്? അഡ്വാൻസ് എന്ന് പറയുന്നത് ഫോർമുല ബേസ്ഡ് അല്ലെങ്കിൽ ഇക്വേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് അല്ലേ. നമുക്ക് അവിടെ കൂടുതലായിട്ടും തിയറംസും ഇക്വേഷൻസും ഫോർമുലാസും ഒരുപാട് കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് അഡ്വാൻസിൽ വരുന്നത്. നേരെ മറിച്ച് അരിത്തമെറ്റിക് എന്ന് പറയുന്നത് പ്യുവർലി ലോജിക് ബേസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അരിത്തമെറ്റിക്കിലോട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് ഇക്വേഷൻസും കാര്യങ്ങളും ബൈഹാർട്ട് ചെയ്യാമെന്നല്ല, കാര്യങ്ങളെ മനസ്സിലാക്കി അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിലേതാണ് ആദ്യം പഠിക്കേണ്ടത്? ഇന്നത് ആദ്യം പഠിച്ചു തീർത്ത് മറ്റേതിലോട്ട് പോകാന്നുള്ളതല്ല, രണ്ടും മിക്സ് ചെയ്ത് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ അരിത്തമെറ്റിക് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് അഡ്വാൻസിലോട്ട് പോകുമ്പോഴുള്ളൊരു അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അഡ്വാൻസിൽ ഒരുപാട് ഫോർമുലാസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ബൈഹാർട്ട് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് എക്സാം ടൈമിലോട്ട് കിട്ടണം എന്നില്ല. നേരെ മറിച്ച് ചിന്തിക്കുകയാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ആദ്യം അഡ്വാൻസ് മാത്രം പഠിച്ച് കഴിഞ്ഞിട്ട് എല്ലാം നല്ല പക്കയാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് അഡ്വാൻസ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കുറേ ഇക്വേഷൻസും കാര്യങ്ങളും വെച്ചിട്ടുള്ളത് മാത്രം പഠിക്കുമ്പോൾ അത് നിങ്ങളെ എന്ത് ചെയ്യും, പുറകിലോട്ട് വലിക്കും അല്ലേ. പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇല്ലാതാവും. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്ത് വരുന്ന രീതിയിൽ തന്നെ പഠിക്കാം. അപ്പോൾ അതിൽ ഏതൊക്കെ ടോപ്പിക്സ് ആദ്യം പഠിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം മാറ്റി വെച്ചാലും നിങ്ങൾ തുടക്കത്തിൽ തന്നെ നിർബന്ധമായിട്ടും പഠിക്കേണ്ട 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ ഒന്ന് അഡ്വാൻസിൽ വരുന്ന നമ്പർ സിസ്റ്റം, പിന്നെ അരിത്തമെറ്റിക്കിൽ പെർസെൻറ്റേജും റേഷ്യോയും പ്രൊപ്പോർഷനും. നമ്പർ സിസ്റ്റം അറിയാം, നമുക്ക് എല്ലാത്തിൻ്റെയും ബേസ് ആണ് നമ്പർ സിസ്റ്റം. അപ്പോൾ അതെന്തായാലും പഠിച്ചിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അഡ്വാൻസിൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലോട്ട് പോകാൻ പാടുള്ളൂ. അരിത്തമെറ്റിക്കിൽ ഈ പെർസെൻറ്റേജും റേഷ്യോയും പ്രൊപ്പോർഷനും ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്, അല്ലെങ്കിൽ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് ആണ് ബാക്കിയുള്ള ഒരുവിധം ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ. ഫോർ എക്സാമ്പിൾ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആണെന്ത്, നമ്മുടെ പ്രോഫിറ്റ് ലോസ് ആൻഡ് ഡിസ്കൗണ്ട്, അതേപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ് ടൈം സ്പീഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, അതേപോലെ തന്നെ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കൺസെപ്റ്റ് മാറി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഈ 2 ടോപ്പിക്ക് പഠിക്കാതെ അരിത്തമെറ്റിക്കൽ നിങ്ങൾ പെർസെൻറ്റേജും റേഷൻ പ്രൊപ്പോർഷനും തറോ ആക്കാതെ ബാക്കിയുള്ള ടോപ്പിക്കിലോട്ട് പോവരുത്. അതേപോലെ തന്നെ ആ ഒരു ഇമ്പോർട്ടൻസും നിങ്ങൾ ഈ 2 ടോപ്പിക്കിനും കൊടുക്കുക. ബാക്കിയുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് വൃത്തിയായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, ചെയ്യാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഈ 2 ചാപ്റ്റേഴ്സും നിങ്ങൾ വൃത്തിയായി പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ എങ്ങനെ എത്ര ദിവസം കൊണ്ട് പഠിക്കണം എന്നുള്ളതൊക്കെ നമ്മളൊരു 100 day സ്ട്രാറ്റജി ആയിട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഇനി നമ്മുടെ 3ാമത്തെ ഫേസ് എന്ന് പറയുന്നത് റിവിഷൻ ഓർ പ്രാക്ടീസ് ഫേസ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും കരുതരുത് ഫേസ് 1ഉം കഴിഞ്ഞ് ഫേസ് 2ഉം കഴിഞ്ഞ് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഫേസ് 3യിലോട്ട് വരേണ്ടതെന്ന്. ഇതെല്ലാം ഓവർലാപ്ഡ് ആണ്. അതായത് നമ്മളിതെല്ലാം പാരലലി കൊണ്ടുപോകേണ്ടതാണ്. നമ്മൾ കണ്ടു ഫേസ് 1ലാണെങ്കിൽ ഓക്കെ ഫൈൻ, നമ്മൾ ആ ഒരു ബേസ് ആദ്യം സെറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ പിന്നെ എന്ത് പറഞ്ഞു, അവിടെ നമുക്ക് മാത്സ് ഡ്രില്ല് നമ്മൾ ഡെയിലി റൂട്ടീനിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ഫേസ് 2 ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആ ഫേസ് 1ലുള്ള മാത്സ് ഡ്രില്ല് മുന്നോട്ട് കൊണ്ടുപോകണം. അതേപോലെ തന്നെ നിങ്ങൾ ഫേസ് 2 സ്റ്റാർട്ട് ചെയ്തു, അതായത് സിലബസിലോട്ട് കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ എന്ത് കൊണ്ടുവരണം, റിവിഷൻ സ്ട്രാറ്റജി കൊണ്ടുവരണം. നമ്മുടെ മുമ്പിൽ ഒരു 3 tier റിവിഷൻ സ്ട്രാറ്റജിയാണുള്ളത്. അതിലൊന്നാമത്തേത് ഡെയിലി റിവിഷൻ. അതായത് നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കുന്നതിന് മുമ്പ്, ഒരു ദിവസം നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കുന്നതിന് മുമ്പ് തൊട്ട് മുന്നേ ഉള്ള ദിവസം പഠിച്ച കാര്യങ്ങൾ, ആ ഒരു കൺസെപ്റ്റ്സും ഫോർമുലാസും ഒക്കെ ഒരു 15 മിനിറ്റ് എന്ത് ചെയ്യുക, ഒരു ക്വിക്ക് റീക്യാപ്പ് ചെയ്യുക. രണ്ടാമത്തേത് വീക്ക്ലി റിവിഷൻ. ഈ വീക്ക്ലി റിവിഷൻ എന്ന് പറയുന്നത് അതിന് വേണ്ടി മാത്രം നിങ്ങൾ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം അത് കോൺസ്റ്റന്റ് ആക്കി മാറ്റി വെക്കുക. കഴിയുന്നതും സൺഡേ ആയാൽ നല്ലത്. കാരണം നമ്മൾ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കോഴ്സ് എടുത്തോ എന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ സൺഡേ എന്ത് ചെയ്യുക, ഫുൾ ഡേ റിവിഷന് വേണ്ടി മാത്രം മാറ്റി വെക്കുക. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം റിവിഷന് വേണ്ടി മാറ്റിവെക്കുക. പക്ഷേ ആ റിവിഷന് വേണ്ടി മാറ്റിവെക്കുന്ന ദിവസം അത് പൂർണ്ണമായും റിവിഷന് വേണ്ടി മാത്രമായിരിക്കണം. ആ ദിവസം വേറെ ഒന്നും പഠിക്കാൻ നിൽക്കരുത്. ഇനി എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു വീക്ക് നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ചത് അതെല്ലാം എന്ത് ചെയ്യുക, ആ ഒരു വീക്കിലുള്ള പഠിച്ച കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി നിങ്ങൾ ഈ ഒരു ദിവസം റിവൈസ് ചെയ്യുക. എസ്പെഷ്യലി നിങ്ങളുടെ മിസ്റ്റേക്ക് ബുക്ക്, ആ ഒരു മിസ്റ്റേക്ക് ബുക്കിൽ നിങ്ങൾ നോട്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വീണ്ടും 2 3 തവണ നിങ്ങൾ റിപ്പീറ്റഡ്ലി ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അത് പെർഫെക്റ്റ് ആക്കി മാറ്റാം. അതേപോലെ തന്നെ ആ ഒരു ആഴ്ച നിങ്ങൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക്കിൻ്റെ, ഏത് ടോപ്പിക്കാണോ പഠിച്ചത് ടോപ്പിക്കിലാണ്, ഫോർ എക്സാമ്പിൾ പെർസെൻറ്റേജ് ആണെങ്കിൽ ആ പെർസെൻറ്റേജിൻ്റെ എന്ത് ചെയ്യുക, ടോപ്പിക് വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകളും നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. മൂന്നാമത്തേത് മന്ത്ലി ടെസ്റ്റ്. മന്ത്ലി ടെസ്റ്റ് എന്ന് പറയുമ്പം ഒരു മന്തിൽ എൻഡിലുള്ള ഏതെങ്കിലും ഒരു 2 days എന്ത് ചെയ്യാം, മന്ത്ലി റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു ദിവസം ചെയ്യേണ്ടത് ആ ഒരു മാസം നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ റിവൈസ് ചെയ്യാം. അതേപോലെ തന്നെ മാത്സിലുള്ള സെക്ഷണൽ ടെസ്റ്റും കൂടെ ഈ ഒരു റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് കാണുകയാണെങ്കിൽ അതൊന്ന് സ്റ്റാർ മാർക്ക് ചെയ്ത് വെച്ചാൽ റിവൈസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. റിവിഷന്റെ കൂടെ തന്നെ നമ്മൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നും കൂടെ നോക്കാം. അപ്പോൾ നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് ആ ടോപ്പിക്കിൽ നിന്നും മിനിമം ഒരു ദിവസം 20 to 30 ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെ ആ ഒരു ടോപ്പിക്ക് തീരുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ഒരു 100 to 150 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഓരോ ചാപ്റ്റർ തീരുമ്പോഴും ആ ഒരു ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് ടെസ്റ്റുകളും പിന്നെ 1-2 ടോപ്പിക്സ് ഒക്കെ കഴിയുമ്പോൾ സെക്ഷണൽ ടെസ്റ്റുകളും എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു ടെസ്റ്റുകളൊന്നും കൂടാതെ നിങ്ങൾ ഫുൾ മോക്ക് ടെസ്റ്റുകളും എടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് മോക്ക് ടെസ്റ്റ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം. ഇനി ഒരു ചാപ്റ്റർ നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഡോണ്ട് പ്രാക്ടീസ് അണ്ടിൽ യു ഗെറ്റ് ഇറ്റ് റൈറ്റ്, പ്രാക്ടീസ് അണ്ടിൽ യു ഡോണ്ട് ഗെറ്റ് ഇറ്റ് റോങ്. അതായത് നിങ്ങൾ ഒരു ചാപ്റ്ററിൽ മാസ്റ്റർ ആവുന്നത് അതിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ശരിയാക്കാൻ സാധിക്കുമ്പോഴല്ല, അതിലുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും തെറ്റിക്കാതിരിക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.